മുഹമ്മദ് അൻവർ ഇപ്പം പറഞ്ഞു ആൻറ്റി സ്നേക്ക് വനത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഞാൻ ചില കണക്കുകൾ നോക്കിയപ്പം ഈ രാജവെമ്പാല 25 വർഷത്തിനിടയിൽ 5 കടികൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ രാജവെമ്പാല കടിച്ചാൽ അതിനുള്ള പ്രതിരോധ മരുന്ന് ഈ ആൻറ്റി സ്നേക്ക് വനമില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു രീതി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂർഖൻ, ശംഖുവരേന, ഇപ്പം ഏറ്റവും കൂടുതൽ അണലി, ഇപ്പം ഇതിനൊക്കെയാണ് ആൻറ്റി സ്നേക്ക് വനം കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപദ്രവകാരികളായ പാമ്പുകൾ. അവയുടെ ആൻറ്റി സ്നേക്ക് വനമാണ് ഉള്ളത് അല്ലേ? അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് ആൻറ്റി സ്നേക്ക് വെനം ബേസിക്കലി 2 തരമാണ്. ഒന്ന് പോളിവാലൻ്റ് ആൻറ്റി വെനം എന്ന് പറയും, 2 മോണോവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയും. മോണോവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റു, അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ കടിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന മൂർഖൻ്റെ മോണോവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനം. ചേനത്തണ്ടൻ, റസൽസ് വൈപ്പർ, അതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ അതിനെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മോണോവാലൻ്റ് ആൻറ്റി വെനം. അപ്പോൾ അത്തരത്തിലുള്ള മോണോവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനമുണ്ട്. പിന്നെ പോളിവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനമുണ്ട്. അതായത് ഒന്നിലധികം ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന പോളിവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനം. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ നമുക്ക് ഒരേ ഒരു ആൻറ്റി സ്നേക്ക് വെനം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു പോളിവാലൻ്റ് ആൻറ്റി വെനം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് നമ്മൾ പൊതുവെ പറയുന്ന 4 ഇനത്തിൽപ്പെട്ട വിഷപ്പാമ്പുകളുടെ കടിയെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കടിയേറ്റ് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റിവെനമാണ്. ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ, ആ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പുകൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് രാജവെമ്പാലയൊക്കെ ബിഗ് 4 വെനമസ് സ്നേക്സിൽ ഉൾപ്പെടുമെന്ന് നമുക്കൊരു സംശയം തോന്നാം. അങ്ങനെയല്ല. ഇന്ത്യയിൽ ജനവാസ മേഖലകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റ് ഉള്ള മരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നതുമായ ഉഗ്രവിഷമുള്ള 4 ഇനം പാമ്പുകളാണ് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ ആദ്യത്തേത്, ഏറ്റവും കൂടുതൽ പാമ്പ് കടി മരണങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന പാമ്പെന്ന് പറയുന്നത് സ്പെക്ടക്കിൾഡ് കോബ്രയാണ്, മൂർഖൻ പാമ്പാണ്. നമ്മുടെ നാട്ടിൽ ധാരാളമുള്ള ഒരു പാമ്പാണ് മൂർഖൻ പാമ്പ്. പത്തിയുള്ള പാമ്പ് എന്നൊരു പ്രത്യേകത കൊണ്ട് തന്നെ അതിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തേത് ക്രൈറ്റ് ആണ്, കോമൺ ക്രൈറ്റ്. അതിന് പ്രാദേശികമായി കേരളത്തിൽ ഒരുപാട് പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അതായത് വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, ശംഖുവരയൻ, വളകഴപ്പൻ, കട്ടിളയപ്പൻ, എട്ടടി വീരൻ, മോതിരവളയൻ, കരിവേല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരു പാമ്പാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് രാത്രി സഞ്ചാരി കൂടിയാണ്. അപ്പോൾ ഈ മൂർഖൻ പാമ്പും വെള്ളിക്കെട്ടൻ പാമ്പും, ഈ 2 പാമ്പുകളും ന്യൂറോടോക്സിക് വെനമുള്ള പാമ്പുകളാണ്. അതായത് നാഡീവ്യൂഹത്തെ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ്. പിന്നെ അപ്പോൾ ബിഗ് 4 വെനമസ് സ്നേക്സിൽ ആദ്യം പറഞ്ഞ 2 വിഭാഗങ്ങൾ ന്യൂറോടോക്സിക് വെനമുള്ള പാമ്പുകളും ഇനിയുള്ള 2 ഇനങ്ങളെന്ന് പറഞ്ഞാൽ അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളാണ്. ഒന്ന് റസൽസ് വൈപ്പറും മറ്റൊന്ന് സോസ്കൈൽഡ് വൈപ്പറും. റസൽസ് വൈപ്പർ എന്ന് പറയുന്നത് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ കേരളത്തിൽ പ്രാദേശികമായി പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പാമ്പാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 3 ഇനങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ കാണപ്പെടുന്ന പാമ്പുകളാണ്. അതായത് മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ, ഈ 3 പാമ്പുകളും കേരളത്തിലെ പൊതുവിൽ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്നവയാണ്. ബിഗ് 4-ൽ 4ാമത്തെ ഇനമായ ഈർച്ചവാൾ ശൽക്കണലി എന്ന് പറയും, സോസ്കൈൽഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലി എന്നൊക്കെ പേരുണ്ട്. ആ പാമ്പ് കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും കാണപ്പെടാറില്ല. അതായത് കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ഒക്കെ വരണ്ട പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പാമ്പാണ്. അപ്പോൾ ഈ 4 ഇനത്തിൽപ്പെട്ട പാമ്പുകളെ ചേർത്തിട്ടാണ് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ ചേനത്തണ്ടൻ, പിന്നെ ചുരുട്ടമണ്ഡലി, ഈ 2, അതായത് റസൽസ് വൈപ്പറും സോസ്കൈൽഡ് വൈപ്പറും, ഈ 2 പാമ്പുകളും രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്ന ഹീമോടോക്സിക് വെനമുള്ള പാമ്പുകളാണ്. ഈ 4-ൽ ഏത് പാമ്പ് കടിച്ചു കഴിഞ്ഞാലും പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന പോളിവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനമാണ്. നമ്മൾ നേരത്തെ താരാമാടം പറഞ്ഞതുപോലെ വേറെ മരുന്നില്ല, ഒരേ ഒരു ആൻറ്റിഡോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കടിച്ച പാമ്പ് ഏതാണെന്ന് അതിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെ പിടികൂടാനോ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. പാമ്പിനെ സമീപിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പൊതുജനങ്ങളോട് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനം മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ഉള്ളൂ. ഇതുകൂടാതെ മറ്റ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 ഇനം വിഷപ്പാമ്പുകൾ കൂടിയുണ്ട്. ഒന്ന് ഏകദേശം 25% കടിയേൽപ്പിക്കുന്ന ഒരു വിഷപ്പാമ്പാണ് ഹംബ്നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയും. പക്ഷേ അത് ഉഗ്രവിഷമുള്ള ഒരു വിഭാഗത്തിൽ വരുന്നതല്ലെങ്കിൽ കൂടി ചികിത്സ ആവശ്യമാണ്.
ഒരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഷബാധ മരണകാരണമാകാറില്ല, അല്ലെങ്കിൽ ഒരു അത്രത്തോളം കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാറില്ല എന്നുള്ളതാണ്. മാത്രമല്ല അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെക്കാൾ കൂടുതൽ വനപ്രദേശങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നത്. രാജവെമ്പാലയും ഉഗ്രവിഷമുള്ള പാമ്പാണ്, പക്ഷേ അത് ഉൾവനങ്ങളിലാണ് കാണുന്നത്. അതിൻ്റെ കടിയേറ്റ ആൾക്കാർ മരിച്ച സംഭവങ്ങൾ വളരെ വളരെ കുറവുമാണ്.